എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജാഥ ആരംഭിക്കുകയാണ്. ആരംഭിക്കുകയാണ്. ബാനറിലെ മുന്നിൽ നിന്ന് മുഴുവനാളുകളും പിറകിലേക്ക് അണിനിരന്ന് ജാഥയിൽ അണിനിരക്കണമെന്ന് അറിയിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ നിന്നൊരു രാജ്യവും അതിന്റെ സംസ്കാരവും എന്തെന്നേക്കുമായും ഇല്ലാതാകുമോ എന്ന ആശങ്കയുടെ കർമ്മേഘം മൂടിയ വർത്തമാനകാലത്ത് രാജ്യത്തെ പൗരത്വത്തിന്റെ പേരിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും വെട്ടുമെടുക്കുന്ന NRC എന്ന പുരാത കരിമികൾക്കെതിരെ സംഘമില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട്
മതേതരത്തിന്റെ പ്രതീക്ഷയായ വടകര പാർലമെന്റ് മണ്ഡലം UDFന്റെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ എംഎൽഎ നയിക്കുന്ന പ്രൈവറ്റ് കൽപ്പൂരിലും പ്രൈവറ്റ് ചെലവും ജനനിബിഡവുമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് വാഹനത്തിന്റെ കുത്തുകറുകളായി ഈ അർദ്ധരാത്രികളിലും രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ അശുദ്ധമാണെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രപിതാവിന്റെ നാട്ടുകാർക്ക് വേദ പരിവേഷം നൽകുന്ന ചരിത്ര പ്രഖ്യാപനവുമായി ഇന്ത്യയുടെ ബഹിസ്വരതയെ തകർത്തുവിടുന്ന ശത്രുശക്തി ഷാഫി പറമ്പിൽ എംഎൽഎ ഇതെല്ലാം മുഴുവനാറുകളും ബാനറിന് പിറകിൽ പോകണം. ബാനറിന് മുന്നിൽ ജാഥയെ നയിക്കുന്ന ടോർച്ച് മാർച്ച് നയിക്കുന്ന ഷാഫി പറമ്പിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഈ ജാഥയെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ആളുകളുണ്ട്. അതുകൊണ്ട് ആരും സ്വമേധയാ ഈ ടോർച്ച് മാർച്ചിനെ നിയന്ത്രിക്കാൻ ആവശ്യമില്ല. ബഹുമാന്യനായ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ തൊട്ട് പിറകിലായി ബാനറിന്റെ പിറകിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരും അണിനിരക്കും. പ്രത്യേകം സജ്ജമാക്കിയ വോളണ്ടിയർമാരുണ്ട്. ആരും തന്നെ യാത്രയെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യ ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖവാക്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം UDFന്റെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൈവറ്റ് കൽപ്പൂരിലും പ്രൈവേറ്റലും ജനനിബിഡവുമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഈ അർദ്ധരാത്രികളിൽ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ അസഭ്യമായിരുന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വിഭജിക്കാൻ ഹിന്ദുക്കളും മുസൽമാനുകളും ക്രൈസ്തവരും വിഭജിച്ചു നിർത്താനുള്ള കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവത്തുകെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ അധികാര കസേരകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ നിന്ന് രാജ്യവും അതിന്റെ സംസ്കാരവും എല്ലാം നയിക്കുവാനും ഇല്ലാതാകുന്നതുകൊണ്ട് ആശങ്കയുടെ കാരണമേഖല നേടിയ വർത്തമാന കാലത്ത് രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കാൻ രാജ്യത്തെ മനുഷ്യരുടെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒറ്റവികാരത്തിൽ കൈകൊള്ളുകയും ഇന്ത്യയെ തിരികെപ്പെടുത്താനുള്ള പോരാട്ടത്തിന്റെ പേരിനെടുത്ത് കൂടെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ വിഭജിക്കാനുള്ള സൈനിക സംഘമില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് ഹിന്ദുക്കളും മുസൽമാനുകളും ക്രൈസ്തവരും നിർമ്മിച്ചുണ്ടാകും രണ്ടത്തെ മക്കളെപ്പോലുള്ള ഭാരതത്തിന്റെ മണ്ണിൽ ജനമെടുത്തുവന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹേന്ദ്ര ഭാരതത്തിന്റെ പ്രതീക്ഷയായ അനൗൺസ്മെന്റ് വാഹനത്തിൽ ഒരു കുട്ടിയെ നോക്കിയിട്ടുള്ള നിയാസ് എന്ന് പറയുന്ന പ്രവർത്തകൻ എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിന്റെ അടുത്ത് വരണം.
ഈ വാഹനത്തിൽ ഒരു കുട്ടിയെ ഇരുത്തിപ്പോയിട്ടുള്ള നിയാസിന്റെ നടുവിലുള്ള പ്രവർത്തകൻ എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിന് അടുത്തേക്ക് വരണം. ഈ റാലിയുടെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കണം. ജാഥ നമ്മുടെ വഴികളിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. മുന്നിലുള്ള മുഴുവൻ ആളുകളും മാറിക്കൊടുക്കണം. ഭരണാധികാരികളുടെ കൈകൾ കിടന്ന് കുടഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ പടുത്തുയർത്തിയ ഭാരതം സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്ധമില്ലാത്ത പോരാട്ടത്തിനെതിരെ അനേകായിരം രക്തസാക്ഷികളെ സംഭാവന ചെയ്ത് ഡൽഹിയിലും മീററ്റിലും മസാദിലും ഒറീസയിലും ഗുജറാത്തിലും മലബാറിലും മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്ഷിച്ചിട്ടുള്ള അനേകായിരം നേതാക്കന്മാർ സ്വപ്നം കണ്ട ഭാരതത്തെ തകർത്തിരിക്കുമ്പോൾ രാജ്യത്തെ തിരികെപ്പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം യുഡിഎഫിന്റെ കരുത്തനായ സാരഥി മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ എംഎൽഎ നയിക്കുന്ന പൗരത്വ പ്രക്ഷോഭ റാലിയാണ് അക്ഷരാർത്ഥത്തിൽ തലശ്ശേരി പട്ടണത്തെ പ്രബന്ധനം തെളിച്ചുകൊണ്ട് ഇന്നത്തെ വഴികേരങ്ങളിൽ കാത്തുനിൽക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൈക്കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥനകളും പൂച്ചെണ്ടുകളും തീരുമാനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് വാഹനത്തിന്റെ തെറ്റുപിറകിലായി ഇതിന് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ഇതാ തകരുകയാണ് ഒരു രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് തെളിഞ്ഞു ലഭിക്കുമ്പോൾ അരികൾ മാർഗത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ തകർച്ചയെ പ്രതിരോധിക്കാനുള്ള അവസാന ശ്രമത്തിലേക്ക് ഒരുങ്ങുകയാണ് ഒരു രാജ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. രാഹുൽ ഗാന്ധിയുടെ കരുങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്ന് കൈപ്പറ്റി അടയാളത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് പൗരത്വ പ്രക്ഷോഭ റാലികൾ രാജ്യത്തെ പൗരത്വം നിഷേധിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർജവത്തോടെ നിലപാടെടുക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢ ഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. മുന്നിൽ കൂടി നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാരും ഈ ജാഥ മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ജാഥയാണ്. മീഡിയകൾക്ക് പകർത്താനുള്ള മാർഗതടസ്സം സൃഷ്ടിക്കാതെ മുന്നിൽ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും മാറി നിൽക്കണം. റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് ജാഥ കടന്നു വരാനുള്ള വഴിയൊരുക്കി കൊടുക്കണം. സമര പോരാട്ടങ്ങളുടെ പൂച്ചൂളകളിൽ നിന്ന് കരകശോഭയോടെ ഉയർത്തിരുന്നേറ്റ ഒരു ജനതയുടെ പിന്തുണക്കാർന്നവരിൽ ജനാധിപത്യത്തിന്റെ അനന്ത സാധ്യതകളെ വിമോചനത്തിന്റെ വിപ്ലവഭൂഷങ്ങളായി കാണിക്കുന്നവരെ നൂറ്റാണ്ടുകളുടെ അധിപത്യത്തിനുള്ള രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവിലേക്ക് കൈപിടിച്ചു നിർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെയും ചരിത്രമാണ് എന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വിട്ടുനിൽക്കാനുള്ള പൗരത്വ ഭേദഗതി ബില്ലിനെ അറബിക്കടലിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിമാറ്റുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം യുഡിഎഫിന്റെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢ ഗംഭീരവും ഭയഭൂപരവും ജനനിബിഡവുമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ തെറ്റുപിറകിലായി കടന്നു വരുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
വർഗീയ വൈദ്യത്തിന്റെ രൗദ്രഭാവം ആവാഹിക്കുന്ന ബിജെപിയുടെ സകലമായ വർഗീയ രാഷ്ട്രീയത്തിലും കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടലിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മുടെ പൂർവികന്മാർ ഗാന്ധിയും നെഹ്റുവും മുന്നണിയും തടുത്തുനിർത്തിയ ഭാരതത്തെ തിരികെ പിടിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖവാക്യമായ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യക്കാർ ഹിന്ദുക്കളെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചുള്ള ഇടനിർത്താനുള്ള ശുഭാപകമായ ഗ്രന്ഥം നെഞ്ചിലെത്തിക്കൊണ്ട് മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ പ്രതിപക്ഷ കേരളത്തിന്റെ സമരനായകൻ ഷാഫി പറമ്പിൽ നയിക്കുന്ന സമാന്തരമായ റോഡിന്റെ ഇരുവശങ്ങളിൽ കൂടി നിൽക്കുന്നവർ പ്ലീസ് ഒന്ന് മാറണം. ഈ ജാഥയുടെ ഭംഗി നഷ്ടപ്പെടുത്തരുത്. ഈ പുറകിലുള്ള മീഡിയാസ് വണ്ടിക്ക് പുറകിൽ ഇരുവശങ്ങളിലായി നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാർ മാറി നിൽക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലായി നടക്കുക. ഈ ജാഥയ്ക്ക് മുന്നിലായി ഒരു സമാന്തര ജാഥ നയിക്കരുത്. ഷാഫി പറമ്പിലിന്റെ മുന്നിലായി ആരും നടക്കരുത്. പ്ലീസ് സഹകരിക്കുക. പ്രിയമുള്ള സഹപ്രവർത്തകരെ കർശനമായി പറയുന്നു, ജാഥാ നായകന്റെ പുറകിൽ നടക്കണം. ഒരു സമാന്തര യാത്രയായി മുന്നിൽ ആരും പോകേണ്ട ആവശ്യമില്ല. മുഴുവൻ UDF പ്രവർത്തകരും ജാഥാ നായകന്റെ പുറകിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ആയിരക്കണക്കിന് UDF പ്രവർത്തകർ തലശ്ശേരി ഉൾക്കൊള്ളാനാകാത്ത വിധമുള്ള UDF പ്രവർത്തകരാണ് ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ മഹാറാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇരുവശങ്ങളിലുമുള്ള മുഴുവൻ സഹപ്രവർത്തകരും ജാഥാനായകന്റെ പുറകിൽ ബാനറിന്റെ പുറകിൽ അണിനിരക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതാ പകരുകയാണ്. ഒരു രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഇന്ത്യയെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ മനുഷ്യർ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒറ്റധികാരത്തിൽ കൈകോർക്കുമ്പോൾ രാജ്യത്തെ വിഭജിച്ചു നിർത്താനില്ല. പൗരത്വ ഭേദഗതി ബില്ലിനെ അറബിക്കടലിലെ അഗാധ കർത്തത്തിലേക്ക് തള്ളിമാറ്റുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായി പ്രതിപക്ഷ കേരളത്തിന്റെ സമരനായകൻ വടകര പാർലമെന്റ് മണ്ഡലം UDFന്റെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന പ്രയോജനപൂർവമായ പ്രൈബോചനമായ ജനവിധമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപരിധിയായി കടന്നു വരുന്നത്. ഈ അർദ്ധരാത്രികളിൽ നമ്മുടെ പൂർവികന്മാർ തടുത്തുകെട്ടിയ ഭാരതത്തെ തകർക്കാൻ അനുവദിക്കുകയില്ലെന്ന് ആർജനത്തോടെ വിളിച്ചു പറഞ്ഞതിന് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചുള്ള ഇടനിർത്താനുള്ള ശുഭാപകമായ ധർമ്മം നെഞ്ചിലെത്തിക്കൊണ്ട് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യക്കാരെന്ന രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖവാക്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രയോജനപൂർവമായ പ്രൈബോചനമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ തെറ്റുപരകിലായി കടന്നു വരുന്നത്. അസഹിഷ്ണുതയിൽ നിന്ന് വിഭൂതമാകുന്ന വിദ്വേഷ രാഷ്ട്രീയം കൊണ്ട് മനുഷ്യപ്രതികളുടെ കാട്ടാളം ഇഷ്ടൂരുന്ന കാത്ത് ചത്തുകിടക്കുന്ന ഒരു പശുവിനെ പോയി തൊട്ടതിന്റെ പേരിൽ ഒട്ടകനെയും ശതമാക്കുന്ന മാറ്റിവെച്ചുകിന്തരം മതം കലർത്തി ഭരണകൂടത്തിന്റെ ആൾക്കൂട്ട വികാരം ചുറ്റെടുത്ത് ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ മാനംകെട്ട കാട്ടുരീതിയുടെ അധികാരത്തിന്റെ സൂചി തിരികപ്പെടുത്തുന്ന പ്രാചീന രാഷ്ട്രീയത്തിനെതിരെ മതേതര കേരളത്തിന്റെ പരീക്ഷയായ ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് വാഹനത്തിന്റെ തെറ്റുപരിധിയായി കടന്നു വരുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രയോജനപൂർവമായ പൗരത്വ പ്രക്ഷോഭ റാലിക ഈ വാഹനത്തിന്റെ തെറ്റുപരിധിയായി കടന്നു വരുന്നു.
നിന്ന് തുടങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിലാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും തകർന്നടിയുകയാണ് മാർഗത്തോടെ വിളിച്ചു പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ കടുത്തുതീർക്കുക ഭാരതത്തെ തകർത്തെറിയാൻ ഒരു നരേന്ദ്രമോദിയും മനുഷ്യവും അനുവദിക്കുകയില്ലെന്ന് മാർഗത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുസൽമാനും ക്രൈസ്തവനും ആരും മണ്ണിനോട് ബോധമില്ലാതെ വൈദ്യുതിയും ശക്തിയില്ലാത്ത പോരാട്ടമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ാണ് അക്ഷരാർത്ഥത്തിന്റെ അർദ്ധരാത്രികളിലും തലശ്ശേരി പട്ടണത്തെ പ്രകമ്പനം ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നത്തെ വഴിവേദങ്ങളിൽ കാത്തുനിൽക്കുന്ന ആളുകളുടെ ആശീർവാദങ്ങളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് വടകര പാർലമെന്റ് യൂണിയത്തിന്റെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ നിന്ന് നയിക്കുന്ന പ്രൗഢ ഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലി ഇതാ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഭരണകൂടത്തിന്റെ പതിനുകർണങ്ങൾ തുറക്കുന്നത് അവിശ്രാന്ത പ്രതിഷേധത്തിന്റെ ഹൃദയമുദ്രണങ്ങൾ പതിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിലും പ്രതിഷേധത്തിന്റെ പെരും മടകത്തും പെരുവെയിലത്തും നിലനിർത്തിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ തീപ്പന്തങ്ങളായി ഐക്യജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ കാവൽ ഭടന്മാരുക വടകര പാർലമെന്റ് മണ്ഡലം യുഡിഎഫിന്റെ സാരഥി ഷാഫി പറമ്പിലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചൊന്നായി ഇണനിർത്താനുള്ള ശുഭാവഹമായ കർമ്മം നെഞ്ചിലെത്തിക്കൊണ്ട് അതേപോലെ കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. പാലക്കാട്ടിന്റെ മണ്ണിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ അതിരൂപ പിടിപെടുന്ന ഷാഫി പറമ്പിലിക ഇത്തവണ വടകരയുടെ മണ്ണിൽ നിന്ന് കൊലയാളി രാഷ്ട്രീയത്തിന്റെ ചെറുപ്പങ്ങളുടെ അതിരൂപ ഷാഫി പറമ്പിൽ നയിക്കുക ഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലിയാണ് ഈ വാഹനത്തിന്റെ കടന്നു തകർക്കാൻ കഴിയുന്ന മാർഗത്തോട് ആയിരം മുസൽമാനും ക്രൈസ്തവനും പിറന്ന മണ്ണിൽ ഒന്നിച്ചൊരുമിച്ചാറടി മണ്ണിലേക്ക് പോകേണ്ടി വന്നാലും ഒന്നിച്ചൊരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതേപോലെ കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢ ഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലിക ഈ അർദ്ധരാത്രികളിലും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പഠിപ്പിക്കെത്തിയ ഭാരതത്തെ തകർത്തെറിയാൻ അനുവദിക്കുകയില്ലെന്ന് ഒരു രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുമരിക്കുമ്പോൾ രാജ്യത്തെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ കോർമ്മകത്ത് കൂടെ നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്തെ മനുഷ്യരുടെ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ കൂടെ നിൽക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടത്തിന്റെ പോർവകത്ത് ഇപ്പോഴിന്റെ പടയോട്ടത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾക്ക് കാതോർക്കേണ്ടി വന്ന തലശ്ശേരിയുടെ ഹൃദയ ഭൂമികയിലൂടെ മറ്റൊരു വികാസം കൂടെ ലഭിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഷാഫി പറമ്പിൽ എംഎൽഎ അക്ഷരാർത്ഥത്തിൽ തലശ്ശേരി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ട് പിറകിലായി കടന്നു വരുന്നു. 100% ഞാനൊരാരും കൂറും കൊടുമയുമുള്ള ഹിന്ദു മാപ്പിളെ നീയും നൽകുമെങ്കിൽ തോളിൽ കൈവിട്ട് നടന്നു കൊള്ളുക, കാതുകുത്താതെ നടന്നു കൊള്ളുക, കാഫിറെന്ന് വിളിച്ചു തീർക്ക. എടശ്ശേരി പാടിത്തീർത്ത മലയാളിയുടെ മാനവികതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും താരാട്ട് കാട്ടുപാടി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചൊന്നായി അണിനിരത്താനുള്ള ശുഭാപകമായ ഭരണം മുൻപിലെത്തിക്കൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും തമ്മിലെടുപ്പിച്ച് രാജ്യത്തിന്റെ അധികാരം തങ്ങളുടെ കൈവെള്ളത്തിൽ ഒതുക്കാമെന്ന് വ്യാമോഹിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാണംകെട്ട കാട്ടുനീതിയുടെ വികാരത്തിന്റെ സൂചി തിരികെത്തിരിക്കുന്ന രാഷ്ട്രീയത്തെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് കാലത്തിന്റെ ചരിത്രത്തിന്റെ ചരിത്രത്തിലേക്ക് വലിച്ചെടുക്കുമെന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആധുനിക ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെയും ചരിത്രമാണ് നിശ്ചയമായ പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിലുള്ള ഡൽഹിയിലും മീററ്റിലും അസാമിലും ഒറീസയിലും ഗുജറാത്തിലും മലബാറിലും മാത്രമല്ല
രാജ്യത്തിന്റെ തെരുവുകളിൽ ഉറ്റിപ്പുകയുടെ രക്തം സാക്ഷി, രാജ്യത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച അനേകായിരം രക്തസാക്ഷികൾ സാക്ഷി, രാജ്യത്തിന്റെ അധികാര കസേരകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ വരുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം തകർന്നടിക്കുമ്പോൾ ഇതാ തകരുകയാണെന്ന്, രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നടിക്കുകയാണെന്ന് നമ്മുടെ ഗാന്ധിയും നെഹ്റുവും പടുത്തുയർത്തിയ ഭാരതം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പടഞ്ഞു നടക്കുന്നു. അരുതെന്ന് രാജ്യത്തോട് 1000 കുതിരശക്തിയോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കാറ്റിൽ വരുന്ന ലക്ഷങ്ങളോട് അവരാത്തിന്റെ കോൺഗ്രസ് പ്രതിസന്ധികളുടെ പലരാതി ആദർശരാഷ്ട്രീയത്തിന്റെ മണ്ണിൽ മുടക്കുന്നുണ്ട്. പാലക്കാട്ടിന്റെ മണ്ണിൽ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ചൈതന്യങ്ങളോട് അടിവേര് പിടിതിരുന്ന മതേതര ഭാരതത്തിന്റെ മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ കോടി മലയാളിയുടെ മാനം കാത്ത ഷാഫി പറമ്പിൽ എംഎൽഎ അക്ഷരാർത്ഥത്തിൽ ടിപ്പുവിന്റെ പടകൂട്ടത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾക്ക് കാതോർക്കേണ്ടതെന്ന തലശ്ശേരിയുടെ ഹൃദയ ഭൂമികയിലൂടെ കടന്നു വരികയാണ്. രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ നിന്ന് ഒരു രാജ്യവും അതിന്റെ സംസ്കാരവും ഒന്നും നോക്കുമായി ഇല്ലാതാകുമായിരുന്ന ആശങ്കയുടെ കാർമേഘമേറിയ വർത്തമാന ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കാടുകൊണ്ടിന്റെ കരുത്ത് പകർന്നുകൊണ്ട് ഷാഫി പറമ്പിലിനെ കൈപ്പറ്റുകയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിക്കണമെന്ന് വിനൂതമായി എതിർപ്പിച്ചുകൊണ്ട് ഇവനെ വന്നതും വിട്ടുപോലെ എന്തിനെതിർക്കുവാൻ മറന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങൾക്കെതിരെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അധികാരം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. Bola. ഒന്ന് പ്രവർത്തകന്മാർ ശ്രദ്ധിക്കുക. ഒരു നിയാസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ ചെറിയ കുട്ടിയെ ഈ വാഹനത്തിൽ ഇരുത്തിയിട്ടുണ്ട്. കുട്ടിക്ക് ഭയം വന്നതുകൊണ്ട് കരയുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഈ വാഹനത്തിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാ തകരുകയാണെന്ന്, രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നടിക്കുകയാണെന്ന് നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകളോളം പടുത്തുയർത്തിയ ഭാരതത്തിന്റെ മതേതര പാരമ്പര്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും വിഭജിച്ചു നിർത്താനുള്ള പൗരത്വ ഭേദഗതി ബില്ലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന സർക്കാർ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് 7 പതിറ്റാണ്ടുകാലം ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ബുദ്ധനെയും ജൈനയെയും പാർസിയെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ വഴിനടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാക്ക് ഇന്ത്യ രാജ്യത്തിന്റെ
പ്രവർത്തകന്മാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കത്തിച്ച് കയ്യിൽ പിടിച്ച് പന്തം കത്തിത്തീർന്നാൽ അത് അലക്ഷ്യമായി വലിച്ചെറിയരുത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അത് കെടുത്തിയതിനു ശേഷം മാത്രം നമ്മുടെ സംവിധാനങ്ങളിൽ മാത്രം അത് നിക്ഷേപിക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലോ താഴെകളിലേക്കോ പന്തം ഒരു കാരണവശാലും വലിച്ചെറിയരുത്. നല്ല ചൂടുള്ള സമയമാണ്, അത് തീപ്പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവർത്തകന്മാർ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണം. ഇതാ തകരുകയാണ്, രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നടിയുകയാണ്. നമ്മുടെ പൂർവികന്മാർ ഡൽഹിയിലും മീററ്റിലും മസാദിലും ഒറീസയിലും ഗുജറാത്തിലും മലബാറിന്റെയും തെരുവുകളിലും അവർ സമർപ്പിച്ച ജീവിതത്തിന് തോക്കുകയറിൽ ജീവൻ സമർപ്പിച്ചവർ നമ്മുടെ ഭാരതത്തിന് വേണ്ടി രക്തം ഒടുക്കിയ അനേകായിരം രക്തസാക്ഷികളുടെ സകലമായ ജീവത്യാഗങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നാം പടുത്തുയർത്തിയ ഭാരതത്തെ വെട്ടിമുറിക്കാൻ പൗരത്വ ബില്ല് എന്ന പൗരത്വ ഭേദഗതി ബില്ല് എന്ന ഓമന പേരിൽ പടുത്തുയർത്തിയ കിരാത കരിനിയമത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി പിടിതിരിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാക്ക് നൽകുന്നു. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിന്റെ പേർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ജൽപ്പനങ്ങളുടെ അടിവേര് പിടിതെറിഞ്ഞ ഷാഫി പറമ്പിലിതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നുവരുന്നു. നമ്മൾ ഒന്നിച്ചൊരുമിച്ച് ഈ പിറന്ന മണ്ണിൽ ആറടി മണ്ണിലേക്ക് കവിഞ്ഞു വന്നാൽ പോലും രാജ്യത്ത് വിട്ടുമുറിക്കുന്ന വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിന് അനുവദിക്കുകയില്ലെന്ന ആർജവത്തോട് 1000 കുതിർശക്തിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കാറ്റിലും ഒഴുകാത്ത പലവൃക്ഷം പോലെ നിരവധി പ്രതിസന്ധികളുടെ തീച്ചൂളകളിൽ തളരാതെ ആദർശ രാഷ്ട്രീയത്തിന്റെ മന്ത്രത്തിനുകൾ മുടക്കിക്കൊണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് വർഗീയ വൈരത്തിന്റെ രൗദ്രഭാവം ആവാഹിക്കുന്ന ബിജെപിയെ എന്നേക്കുമായി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയ ഷാഫി പറമ്പിലുക ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട ആസനവിനെയും ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഹസനെയും കൃപേശനെയും ശരത്ലാലിനെയും കൊന്നുതള്ളിയ അരും കൊലയാർ രാഷ്ട്രീയത്തിന്റെ ജൽപ്പനങ്ങളുടെ കൊടിശനിമാർ ഘോഷാന പാടുന്ന കുഞ്ചനന്ദന്മാരെ പുകയ്ക്കുന്ന സകലമായ കൊലപാതക രാഷ്ട്രീയക്കാരെയും ഈ വടകരയുടെ മണ്ണിൽ നിന്ന് തകർത്തെറിയുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുവിട്ടാനാകാത്ത പോരാട്ടത്തിന്റെ ഫോർമുലക്ക് നിർണായകൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് യുഡിഎഫിന്റെ കർമ്മധീരരായ കാവൽ ഭടന്മാർ വാക്ക് നൽകുന്നു. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവരെയും വിഭജിച്ചു നിൽക്കുന്ന വർഗീയ ബില്ലിനെ തകർത്തെറിഞ്ഞുകൊണ്ട് NRC, CAA തുടങ്ങിയ ഓമന പേരുകൾ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്തെ വിഭജിച്ചു നിർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നാണംകെട്ട കാശ്മീരിയുടെ അധികാരത്തിന്റെ സൂചിപ്പിടിക്കുന്ന പ്രാകൃത രാഷ്ട്രീയത്തെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ നെഞ്ചെടുത്ത് കയറിയിരുന്ന വർഗീയതയുടെ സംശയത്തിലുള്ള നരാശപ്പെട്ടുള്ളത് കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊണ്ടുകൊണ്ട് വലിച്ചെറിഞ്ഞ ആധുനിക ഇന്ത്യയുടെ ചരിത്രം കാലം സാക്ഷി ചരിത്രം സാക്ഷി ആധുനിക ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെയും ചരിത്രമാണെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിന് വരാനിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് വന്നാൽ വിഭജിക്കുന്ന ഈ പൗരത്വ ബില്ലിന് അറബിക്കടലിന്റെ അഗാധത്തിലേക്ക് തണ്ടുമാറ്റുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പൂർവികന്മാർ പെടുത്തുയർത്തിയ ഭാരതത്തെ തകർത്തെറിയുമ്പോൾ അർദ്ധരാത്രിയിലും അലകടലായി ഒഴുകിയെത്തിയ മോദിയത്തിന്റെ കർമ്മധീരരായ കാവൽ ഭടന്മാരുടെ അകമ്പടിയോട് നമ്മുടെ പോരാട്ടമായതും ഷാഫി പറമ്പിലായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു. പാലക്കാട്ടിന്റെ മണ്ണിന് വർഗീയ രാഷ്ട്രീയത്തിന്റെ ജൽക്കണങ്ങളുടെ അടിവേര് പിറതെറിഞ്ഞ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. ബിജെപിയുടെ വർഗീയ സൈന്യത്തിന്റെ രൗദ്രഭാവം ആവാഹിച്ച പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് കൊലപാതക രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും അടിവേരോടെ പിടിതെറിഞ്ഞ യുവനായകൻ ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢഗംഭീരമായ പൗരത്വ ഭേദഗതി ബില്ലെന്ന് പറയുന്ന പൗരത്വ പ്രക്ഷോഭ റാലി കടന്നു വരികയാണ്. ഇതാ തകരുകയാണെന്ന്, രാജ്യം തകർന്നടിയുകയാണെന്ന് മഹാനായ ഗാന്ധിയും നെഹ്റുവും മുൻനിരയും ഭഗത് സിംഗും പടുത്തുയർത്തിയ ഭാരതത്തിന്റെ നെഞ്ചകത്ത് കയറിയിരുന്ന രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള വിഭജന സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചൊന്നായി നിലനിർത്താനുള്ള
ശക്തമായ ഭരണം ചെലുത്തിക്കൊണ്ട് വടകര പാർലമെന്റ് UDFന്റെ കരുത്തനായ സാരഥി കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. ഇത്തവണ വടകരയുടെ മണ്ണിൽ നിന്ന് കൊലയാളി രാഷ്ട്രീയത്തെയും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും അടിവേരോടെ പിടിതെറിയുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഷാഫി പറമ്പിൽ MLA കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കൊലയാളി രാഷ്ട്രീയത്തിന്റെ ചൈത്തന്യങ്ങളുടെ അടിവേര് പിടിതെറിയുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വിഭജിച്ചു നിർത്തുന്ന രാജ്യത്തെ മനുഷ്യർ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒറ്റ വികാരത്തിൽ കൈകോർക്കുമ്പോൾ ഇന്ത്യയെ പിടിക്കപ്പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പേർമുഖത്ത് ഈ അർദ്ധരാത്രിയിലും ആയിരക്കണക്കിന് കർമ്മധീരരായ കാവൽപരന്മാരുടെ അകമ്പടിയോട് മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ കൈപ്പത്തിയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് BJPയുടെ വലീയ രാഷ്ട്രീയത്തിന്റെ ചെറുഫലങ്ങളുടെ അടിവേര് പിടിതെറിയാൻ കൂടെയുണ്ടാകണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് അതിശക്തമായ ചുവപ്പുയർത്തിക്കൊണ്ട് BJPയുടെ വലീയ രാഷ്ട്രീയത്തെ അടിവേരോടെ പിടിതെറിഞ്ഞ് ഷാഫി പറമ്പിലുണ്ടായി വാഹനത്തിന്റെ പിടിതെറിയായി കടന്നു വരികയാണ്. കൂടെയുണ്ടാകണമേ എന്നഭിപ്രായത്തോട് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ പോർമുഖത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജാഥയുടെ മുന്നിൽ സമാന്തരമായി ഒരു ജാഥ നയിക്കുന്നു. ഈ ജാഥയുടെ ഭംഗി നഷ്ടപ്പെടുന്നു. പ്രവർത്തകന്മാർ ഈ സമാന്തരമായ റോഡിന്റെ വശങ്ങളിൽ പ്രദേശങ്ങളിലേക്ക് മാറിപ്പിക്കണം. നമ്മുടെ ജാഥ കാണാൻ കാത്തു നിൽക്കുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല. സമാന്തരമായ ജാഥയുടെ മുന്നിൽ ജാഥയുടെ ഭംഗി നഷ്ടപ്പെടുന്നു. പല മതപ്രവർത്തകരുടെ പെരുമയാർന്ന ബഹുസ്വരങ്ങളിൽ നമ്മളളവ് പൂജ്യം കൊള്ളുന്ന
രാജമകനും ചെങ്കോട്ടവും കുത്തുമിനാറും സുവർണക്ഷേത്രവും മധുര മീനാക്ഷിയും ബുദ്ധപ്രതിമകളും കൊണ്ട് വിസ്മയം തീർത്ത ഒരു രാജ്യത്തിന്റെ പൈതൃകത്തെ പകുത്തു മാറ്റാൻ ഗവൺമെന്റിന്റെ പരിധിയെ കോമരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ വലിയ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയക്കാരനോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അസ്ലമിനെയും ഷുഹൈബിനെയും ഷക്കൂറിനെയും മൻസൂറിനെയും പ്രവേശനെയും ശരത്ലാലിനെയും കൊന്നുതള്ളിയ അരും കൊലയാർ രാഷ്ട്രീയത്തിന്റെ ചരിത്രങ്ങളുടെ അഗ്നിയെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നയിക്കുന്ന പൗരത്വ പ്രക്ഷോഭറായി കടന്നു വരികയാണ്. അസഹിഷ്ണുതയിൽ നിന്നും ഭൂതമാകുന്ന വിദ്വേഷ രാഷ്ട്രീയം കൊണ്ട് മനുഷ്യകുരുതിയുടെ കാട്ടാള നിഷ്ഠൂരത കാട്ടി ചത്തുകിടക്കുന്ന ഒരു പശുവിനെ പോയി ചട്ടത്തിന്റെ പേരിൽ ഒട്ടകനെയും ശവമാക്കുന്ന മാറ്റുരച്ചിലിന്റെ മതം പുലർത്തി ഭരണകൂടത്തിന്റെ ആൾക്കൂട്ട വികാരം ചുട്ടെടുത്ത് ബുൾഡോസർ രാഷ്ട്രീയത്തിലൂടെ രാജ്യത്ത് സ്വയം ഭരണം നടത്തുന്ന നരേന്ദ്രമോദിനെ നാളികെട്ട കാത്തിരിക്കുന്ന പ്രതികാരത്തിന്റെ സൂചിപ്പിക്കപ്പെടുന്ന പ്രാകൃത രാഷ്ട്രീയത്തെ നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകളോളം രക്തം ചുണ്ടി പൊരുതുന്നത് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഒരു രാജ്യത്തിന്റെ തമ്പുരാക്കന്മാർക്കും മനുഷ്യരുടെ ചെന്നല്ലാർജനത്തെ ആയിരം കുടുംബത്തുകാരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ പേർമുഖത്ത് ഇഞ്ചുവേണം കരകൂട്ടുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ തുറന്ന മണ്ണിൽ ഒന്നിച്ചുറമിച്ച് ബന്ധുവും മുഖന്മാരും കൈത്തകളും ഒന്നിച്ചുറമിച്ച് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്കാണ് കാലം സാക്ഷി ചരിത്രം സാക്ഷി ഭാരതാമ്മയാണ് സത്യം രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ തിരികെ വരാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്തിൽ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജാഥയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ പ്ലീസ് ഇങ്ങനെ മുന്നിൽ കൂടെ ഇരു വശങ്ങളിലേക്കൊന്ന് മാറി നിൽക്കണം. നമ്മുടെ ജാഥയുടെ ഭംഗി നഷ്ടപ്പെടുത്തരുത്. സമാന്തരമായി ഒരു ജാഥ സൈക്കിൾ ആ ബാനറിന് പിറകിൽ മാത്രം അലങ്കരിക്കുക. നിങ്ങളിങ്ങനെ സമാന്തരമായി മുന്നിൽ കൂടെ ഒരു ജാഥ നയിച്ചാൽ ഇത് മീഡിയകളിൽ ഇതിന്റെ ഭംഗി നഷ്ടപ്പെടും. ഒന്ന് സഹകരിക്കണം. ഇതാണ് വാഹനത്തിന്റെ ചുറ്റുനിരവിലായി രാജ്യത്തെ വിഭജിച്ച് നിർത്താനുള്ള പൗരത്വ ഭേദഗതിയുടെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് സമരദാഹനം ഉയർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള പോരാട്ട പ്രവാഹമിക അല്ല കടൽ പോലെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്ന ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങളുടെ വിടുവേറിയ പിന്തുണ കൈപ്പിക്കുന്ന അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിലെ ചരിത്ര ഭൂരിപക്ഷത്തോട് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയുടെ വർഗീയ രാഷ്ട്രീയത്തെ മണ്ണിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ബിജെപിയുടെ വർഗീയ വൈദ്യത്തിന്റെ രൗദ്രഭാവകത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ മണ്ണിൽ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായി ഷാഫി പറമ്പിലിതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതാ തകരുകയാണെന്ന് രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നടിയുകയാണെന്ന് ഈ രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞെടുക്കുമ്പോൾ അരിവിനാർജനത്തോട് 1000 കുതിരശക്തികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം മോഹൻദാസിന്റെ സാരഥി ഷാഫി പറമ്പിൽ നയിക്കുന്ന പൗരഗംഭീരമായ പൗരത്വ പ്രക്ഷോഭ റാലി ഇതാ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്ന നമ്മുടെ രാജ്യത്തിന്റെ രാജ്യമായ നമ്മൾ ഇന്ത്യക്കാർ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും
രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഷാഫി പറമ്പിൽ ഇതിന്റെ വിദ്യാലയം സമ്മേളിച്ച വ്യക്തിപ്രഭാവത്തിന്റെ പൂർണ്ണ ശോഭയായ പോരാട്ട വീരമുള്ള ഷാഫി പറമ്പിലത കടന്നു വരികയാണ്. പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ചൈതന്യങ്ങളുടെ അതിവേറെ പിന്തുടർന്ന ഷാഫി പറമ്പിലത പൗരത്വ പ്രക്ഷോഭ റാലിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരികയാണ്. ഷാഫി പറമ്പിൽ മതേതര ഭാരതത്തിൽ നിന്നും മതേതര കേരളത്തിൽ നിന്നും പ്രതീക്ഷയായ ഷാഫി പറമ്പിലതായി വാഹനത്തിന്റെ തൊട്ടുപറയിലായി കടന്നു വരുന്നു. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ചിത്രശക്തികളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചതച്ചുകൊട്ടുകൾക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തെ മുഖാമുഖം ഏറ്റുമുട്ടി പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ആത്മീയരെ തുടർന്ന നിലപാടുകളുടെ നായകൻ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. നിലപാടുകളുടെ വ്യക്തതകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഷാഫി പറമ്പിൽ എംഎൽഎ പൗരത്വ പ്രക്ഷോഭ റാലിയില്ല ഈ അർദ്ധരാത്രിയിലും രാജ്യത്തിന്റെ ജനാധിപത്യം അപകടപ്പെടുമ്പോൾ അനുവദിക്കുകയെന്ന മാർഗത്തോട് കോൺഗ്രസിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ ആത്മഹത്യത്തിൽ നിന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധഭാവത്തിലേക്ക് കൈപ്പിടിച്ചു നിർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രമാണെങ്കിൽ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഭാരതത്തിൽ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബിജെപിയും മനുഷ്യനും രാജ്യത്തിന്റെ അധികാര കസേരയിൽ നിന്ന് എന്നേക്കുമായി തകർത്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർന്നടിയുകയാണെന്ന് രാജ്യം ഭരണാധികാരികളുടെ കണ്ണിൽ കിടന്ന് തിളങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യയെ പിടിപ്പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പേർമെടുത്ത് പ്രവർത്തകന്മാർ ഒന്ന് ശ്രദ്ധിക്കുന്ന പ്ലീസ്. നമ്മൾ ഗാഥ പറയുന്നത് നിങ്ങളിങ്ങനെ സമാന്തരമായി മുന്നിൽ കൂടെ നടന്നിട്ടാണ്. മുഴുവൻ ആളുകളും റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കണം. നമ്മുടെ ജാഥയുടെ ഭംഗി നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. നല്ല മീഡിയ കവറേജുള്ള റാലിയാണ്. മീഡിയകൾക്ക് പകർത്താനും ജാഥയുടെ ഭംഗിയിൽ നിലനിർത്താൻ നിങ്ങളൊന്ന് സഹകരിക്കണം. ഈ റാലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിൽ സമാന്തരമായി ജാഥ നടത്തരുത് പ്ലീസ്. ഷാഫി പറമ്പിലിന്റെ ബാനറിന് പിറകിൽ എത്തിരക്കൂ.
പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയ്ക്ക് ഈ 11 മണി കഴിയുന്ന സമയത്ത് നമ്മുടെ ജാഥാ നായകൻ ഷാഫി പറമ്പിൽ കാണാൻ വേണ്ടിയാണ് കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരടക്കം റോഡ് സൈഡിൽ വന്നിരിക്കുന്നത്. ജാഥാ നായകനെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നോ സൈഡിൽ നിന്നോ നിയന്ത്രിക്കാൻ മറ്റൊരാളും മെനക്കെടാതെ സ്വയം നിയന്ത്രിച്ച് സൈഡിലേക്ക് മാറി നിന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും ജാഥാ നായകൻ ഷാഫി പറമ്പിലിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതാ തകരുകയാണ് രാജ്യം. ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ പടുത്തുയർത്തിയ ഭാരതത്തെ വെട്ടിമെടുക്കാൻ കിരാത പരിപൂർണമായ NRC, CAA തുടങ്ങിയ ഓമന പേരുകളിൽ തീർക്കുന്ന കിരാത നിയമങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടുകളിലേക്ക് വിളിച്ചെറിഞ്ഞ കാലം സാക്ഷി, ചരിത്രം സാക്ഷി വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരിക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ അതിവേറെ പേരെറിഞ്ഞ ഷാഫി പറമ്പിലിക ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പൗരത്വ പ്രക്ഷോഭ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ അർദ്ധരാത്രിയിലെ നമുക്കൊപ്പം കാവൽപടനായി കടന്നു വരികയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകെട്ടുകളിലേക്ക് വലിച്ചെറിയുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡൽഹിയിലും മീററ്റിലും അസാമിലും ഒറീസയിലും ഗുജറാത്തിലും മലബാറിലും തെരുവുകളില് ഈ കുട്ടിയുടെ രക്തത്തിന് നമ്മുടെ പൂർവികന്മാർ പടുത്തുയർത്തിയ ഭാരതം തൊഴിൽപ്പുകയിൽ ജീവൻ സമർപ്പിച്ചവർ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുകളിലേക്ക് കൈപിടിച്ചുയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തീർത്തുന്ന പീരങ്കയ്ക്ക് മുന്നിൽ നെഞ്ചുപിടിച്ച് വീരോവികാസം തീർത്ത മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭാരതത്തെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും പേരിൽ വിഭജിച്ചു നിർത്താൻ അനുവദിക്കുകയെന്നും നാടകത്തോട് ആയിരം കുതിർശക്തിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാർ എല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആദ്യ രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസൽമാനും ക്രൈസ്തവരും തുറന്ന മക്കളെ പോലെ ഭാരതത്തിന്റെ മണ്ണിൽ വഴിനടക്കുമെന്ന് ആർക്കമോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലം ഇന്ത്യയുടെ കരുത്തനായ സാരഥി ഷാഫി പറമ്പിൽ നയിക്കുന്ന പ്രൗഢഗംഭീരമായ പ്രൗഢോജ്വലമായ പൗരത്വ പ്രക്ഷേപമായാണ് അക്ഷരാർത്ഥത്തിൽ പ്രൗഢോജ്വലവുമായ പൗരത്വ പ്രക്ഷേപമായി കടന്നു വരികയാണ്. ഈ അർദ്ധരാത്രിയിലും രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നടിക്കുന്നു എന്നറിയുമ്പോൾ, ഭാരതത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്നു എന്നറിയുമ്പോൾ, ഈ അർദ്ധരാത്രിയിലും തലശ്ശേരി നാടുകളിലേക്ക് ഓടിയടഞ്ഞ പൗരാവലി സാക്ഷി വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമ്പോൾ തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും മഹാനായ ഗാന്ധിയും നെഹ്റുവും വെണ്ണറിയും ഭഗത് സിംഗും മൗലാന മുഹമ്മദ് അലി ഗൗഹറും പടുത്തുയർത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ നെഞ്ചകത്ത് കയറിയിരുന്നുകൊണ്ട് വർഗീയതയുടെ വിഷം കൂട്ടുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താഴെ ഇറക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും വിഭജിച്ചു നിർത്താമെന്ന് വ്യാമോഹിക്കുന്ന BJPയുടെ വർഗീയ വൈരത്തിന്റെ രൗദ്രഭാവത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെ ഭദ്രകർണങ്ങൾ തുറക്കുന്നവരെ അവിശാന്ത പ്രതിഷേധത്തിന്റെ ഹൃദയമുദ്രണങ്ങൾ പഠിപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രപിതാവിന്റെ ഘാതകർക്ക് വീരപരിവേഷം നൽകുന്ന ചരിത്ര കൈരണമായി വയനാടും മലകോറുന്ന വേദനകൾ ഇന്ത്യയുടെ ബഹുസ്വരതകൾ തകർത്തെറിയുന്ന ചിത്രശക്തികളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചമച്ചുകെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞ്
വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ അധികാര കസേരകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ വഴികൾ ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ അടിവേറെ പിടികളഞ്ഞ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. ഇത്തവണ വടകരയുടെ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവാജിയുടെയും മത്സരങ്ങളെയും പ്രദേശങ്ങളെയും ശരത്ലാലിനെയും ചന്ദ്രശേഖരനെയും കൊന്നുതള്ളിയ അനിൽ കൊറവാട് രാഷ്ട്രീയത്തിന്റെ ചൈതന്യങ്ങളുടെ അടിവേറെ പിടികളയുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നിങ്ങൾ കാത്തുവെക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. വിനയവും വിജ്ഞാനവും സമ്മേളിച്ച് വിപ്രഭാതത്തിന്റെ പൂർണ്ണ ശ്രദ്ധയായി നിലപാടുകളുടെ വ്യക്തതകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർന്നിരിക്കുകയാണെന്ന് രാജ്യത്ത് ചെന്നുപറയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒന്നിച്ചെല്ലാതെ അടിമനസാനുള്ള ശുഭാപരമായ പ്രശ്നങ്ങൾ വിളിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിലും വടകര പാർലമെന്റ് മുന്നിലെത്തുന്ന കരുത്തനായ പോരാളിയും ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന പൗരത്വ പ്രക്ഷോഭ റാലി കടന്നു വരികയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കാര്യം കരുത്ത് പകർന്നുകൊണ്ട് മുസൽമാനെയും നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് രാജ്യവും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായുവിലേക്ക് കൈപിടിച്ചു നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ചു നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജ്യത്ത് പട്ടിണി പാപങ്ങളെ കൈപിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് സാധാരണക്കാരനെ കൈപിടിച്ചു നിർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജ്യത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചു നിർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് തിരികെ വരുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യരെ വിഭജിച്ചു നിർത്തുന്ന NRC, CAA തുടങ്ങിയ പുരാത കളി നിയമങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് രാജ്യം തകർന്നടിക്കുമ്പോൾ, ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ തങ്ങൾ കാലങ്ങളോളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തൻ നാശകത്തെ ഇന്ത്യയുടെ 140 കോടിയോളം വരുന്ന ജനതയുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ അപമാനമായ ഭൂഖണ്ഡക്കൊടിയ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പിളർന്ന മണ്ണിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒന്നിച്ചെന്നാൽ ഭൂമിക്കടിയിലേക്ക് ആരും മണ്ണിലേക്ക് പോകേണ്ടി വന്നാലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു
തവണയും വിട്ടുനൽകില്ലെന്ന് ആർജവത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ക്ഷണിച്ച് ഒരന്നപറ്റ മക്കളെ പോലെ ഭാരതത്തിന്റെ മണ്ണിൽ വിരാജിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബിജെപിയുടെ അടിവേറ് പിടിതെറിഞ്ഞ ഷാഫി പറമ്പിൽ കടന്നു വരികയാണ്. പാലക്കാട്ടിന്റെ മണ്ണിൽ നിന്ന് ആശങ്കയുടെ കാർമേഘം നേരിട്ടപ്പോൾ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ജൽപ്പനങ്ങളുടെ അടിവേറ് പിടിതെറിഞ്ഞ ഷാഫി പറമ്പിലിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു. ഇത്തവണ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് കൊലപാതക രാഷ്ട്രീയത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് വടകരയിൽ
ഇനി മണ്ണിൽ നിന്ന് എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപകടകരമായ അവസ്ഥയിൽ രാജ്യത്തെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യം ഭരണാധികാരികളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു നിൽക്കുമ്പോൾ രാജ്യത്തെ മനുഷ്യർ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒറ്റ വികാരത്തിൽ കൈകോർക്കുമ്പോൾ ഇന്ത്യയെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പൂർവികന്മാരുടെ രക്തം നേടിയ ഭാരതത്തിന്റെ നെഞ്ചകത്തിലൂടെയിരുന്ന ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവരെയും വേർതിരിക്കുമ്പോൾ ഒരുമിച്ച് ആ ഒരു മണ്ണിലേക്ക് കരിയിലേക്ക് ദേവേന്ദ്രനാലും രാജ്യത്തെ വിഭജിച്ചു നിൽക്കുന്ന രാജ്യത്തിന്റെ
ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സമരനായകനും നമ്മുടെ വടകര പാർലമെന്റ് നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയുമായിട്ടുള്ള ബഹുമാന്യനായ ഷാഫി പറമ്പിൽ MLA നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ പരിപാടിയെ അധ്യക്ഷത വഹിക്കുന്നതിന് പ്രിയപ്പെട്ട UDF-ന്റെ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, തലശ്ശേരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാം ആരും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മളെല്ലാം അഭിമാനമായ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഞങ്ങളെ കാണാനും തലശ്ശേരിയുടെ അഭിവാദ്യങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള അതിശക്തമായ ഒരു മെസ്സേജാണ് തലശ്ശേരിയിൽ നൽകിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുന്നേ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വടകര പാർലമെന്റിന്റെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാറക്കൽ അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വടകരയുടെ സമരനായകൻ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, നാട്ടുകാർ, CAA-ക്കെതിരെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വികലമായ നയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടുക്കു നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാത്രി ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. തലശ്ശേരി മാറുകയാണ്. തലശ്ശേരിയിലെ ചുവപ്പ് മാഞ്ഞു വരുന്നു എന്നത് തലശ്ശേരി സ്റ്റേഡിയം കോർണറിൽ എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തലശ്ശേരിയുടെ ജനാധിപത്യ ബോധത്തിന് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ്. മതേതര മൂല്യങ്ങളോടുള്ള തലശ്ശേരിയുടെ പ്രതിബദ്ധതയ്ക്ക് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ്. ഇത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ സ്വീകരണമല്ല, ഇത് ഈ രാജ്യത്ത് കീറിമുറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളെ കീറിമുറിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി അവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിച്ച് അതിന്റെ വിളവെടുപ്പുകൾക്കിടയിൽ നിന്ന് രാജ്യം ഒരിക്കൽ കൂടി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ചേർന്ന് പറയുന്നു, ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച ശബ്ദമായി ഇത് മാറേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ വിജ്ഞാപനം, ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് നേട്ടം? ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് 40 രൂപക്ക് പെട്രോൾ കിട്ടുവോ? ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് 40 രൂപക്ക് ഡീസൽ കിട്ടുവോ? 400 രൂപക്ക് ഗ്യാസ് കിട്ടുവോ? വർഷം 2 കോടി തൊഴിലവസരങ്ങൾ കിട്ടുവോ? ലഭിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. ഇതുകൊണ്ട് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചു വരുമോ? ഇതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് സുരക്ഷ ഉണ്ടാവുമോ? ഇതുകൊണ്ട് നാട്ടിൽ പുരോഗതി ഉണ്ടാവുമോ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്,
എന്നെയും നിങ്ങളെയും തമ്മിലടിപ്പിക്കണം. രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാക്കി മാറ്റണം. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇന്ത്യയെ കീറിമുറിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന ഈ നാടിന്റെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ കൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ തലശ്ശേരിയുടെ നഗരത്തിലൂടെ നടന്നു വന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയവും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വരും. പിന്നെ ഞാൻ നിങ്ങളെ കൂടെ സ്ഥിരം വരും എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യരായ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും പറയുന്നു, നരേന്ദ്രമോദിയും അമിത്ഷായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൊണ്ടുവരുന്ന ഈ അജണ്ടക്ക്, ഈ വിഭാഗീയതയുടെ അജണ്ടക്ക്, രാജ്യത്തെ വിഭജിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യങ്ങളുമില്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടി ഈ വടകരയുടെ മണ്ണിൽ നിന്ന് ഒരു പ്രതിനിധി കൈവന്ദിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ ഇത്തവണ UDF-നൊപ്പമാകട്ടെ എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. നരേന്ദ്രമോദിയുടെ ഭരണം, അമിത്ഷായുടെ ഭരണം അത് അവസാനിപ്പിക്കാതെ ഈ വിഭാഗീയ അജണ്ടകൾക്ക് ശമനമുണ്ടാവില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കെ ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോ നിങ്ങളൊരു കാര്യം അറിയണം. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചിലർ പറയുകയാണ് UDF-ന്റെ പ്രതിഷേധം നാടകമാണ്, കോൺഗ്രസിന്റെ പ്രതിഷേധം നാടകമാണ്, ലീഗിന്റെ പ്രതിഷേധം നാടകമാണ്. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2019 മുതൽ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ സമരം ചെയ്ത ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമെതിരെ കേസെടുത്തത് പിൻവലിക്കാൻ പിണറായി വിജയൻ ഇനി ആരുടെ സമ്മതമാണ് വേണ്ടത് എന്ന ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് റഹീം പറയുന്നത് പോലെ അതൊരു ലെങ്തി പ്രോസസ്സായി മാറുന്നത്? ആ ലെങ്ത് പ്രോസസ്സിന് കൂടുന്നത് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. നമുക്കിതിൽ കോംപ്രമൈസ് ഇല്ല, നമുക്കിതിൽ വിട്ടുവീഴ്ചയില്ല, നമുക്കിതിൽ വെള്ളം ചേർക്കലില്ല. ഒരൊറ്റ കാര്യം, രാജ്യത്തെ കീറിമുറിക്കാൻ അനുവദിക്കില്ല. നമ്മുടെ മുൻതലമുറയിലെ ആളുകൾ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് കെട്ടിപ്പടുത്ത ഈ രാജ്യത്തിന്റെ ഐക്യം, ഇന്ത്യയുടെ ഭരണഘടന എന്ന ഇന്ത്യയുടെ ജീവവായു, അതിനെ തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് അണിനിരന്ന് പ്രതിഷേധിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്നാട്ടിലെ പൗരന്മാർ മതം വേർതിരിക്കാതെ ഏറ്റെടുക്കുമെന്ന് ഈ ഭരണകൂടത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ തലശ്ശേരിക്ക് ഒരിക്കൽ കൂടി എന്റെ സമരാഭിവാദ്യങ്ങൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ ഈ പോരാട്ടം ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നമ്മൾ കെട്ടിപ്പടുത്ത ഇന്ത്യ മറ്റു പലരും ഒറ്റിക്കൊടുക്കുമ്പോ നമ്മൾ ജീവൻ കൊടുത്തു നേടിയ ഈ ഇന്ത്യ, അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട സമര പോരാളികളായ സഹപ്രവർത്തകർക്കും ഒരു കാര്യം ഞാൻ പറയുന്നു. നിങ്ങളുടെ പോരാട്ട വീര്യം എന്റെ നെഞ്ചിൽ, എന്റെ സിരകളിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു തീയായി കാറ്റായി മാറുന്നുണ്ട് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഉച്ചക്ക് എല്ലാരും കാണുമല്ലോ, ഉറപ്പാണ്. കുറച്ചു കാര്യം കൂടെ പറയാനുണ്ട്. 16-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി. ഓക്കെ.